ശ്രീമുഖി സമാരംഭാം സംഗ്രാമധ്യ ശങ്കരം ശങ്കരാചാര്യം ഓം ഇത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്രകാലാതീതം തദോംകാര ഏവ. സർവം ഹേതബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ ജാഗ്രതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖസ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവൃത്തഭുക് തേജസ് ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക് സ്ഥിതോ മുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശ അന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷ്യം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓങ്കാരോധിമാത്രം പാദ മാത്ര മാത്രാശ്ച പാദ ഉകാരോ ഉകാരോ ഉകാര ഇതി. യാവലിതസ്ഥാനോ വിശ്വാനരോ ഉകാര പ്രഥമാ മാത്ര അപ്യേരാദിമത്വാന്വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യവം വേദ.
സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാത് ഉഭയത്വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭവതി അസ്യാം ബ്രഹ്മവിദ് പദേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രാജ്ഞോകാര തൃതീയ മാത്ര മിതേരപീതേർവാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാര്യ പ്രപഞ്ചോ വിശന്നശിവോ അദ്വൈത ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. അനാഥശാന്തി പ്രകടനത്തിൽ 90ാമത് കാര്യം. ജ്ഞേയാപ്യപാക്യാനി വിജ്ഞേയാന്യഗ്രയാണത തേഷാം അന്യത്ര വിജ്ഞേയാത് ഉപലംഭ ത്രിഷസ്മൃത. ലൗകികാദീനാം ക്രമേണ ജ്ഞേയത്വേന നിർദ്ദേശ അസ്തിത്വാശങ്കാം പരമാർത്ഥത മാ ഭൂത് ഇത്യാഹ. മുമ്പ് പറഞ്ഞു ലൗകിക അതിത്രയം. ലൗകികം, ശുദ്ധലൗകികം, ലോകോത്തരം, 3 കാര്യങ്ങളെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തു. ലൗകികം ജാഗ്രത്, ശുദ്ധലൗകികം സ്വപ്നം, ലോകോത്തരം സുഷുപ്തി. കഴിഞ്ഞ കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ വിശദമായ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അതിന്റെ നാനാവശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു അസ്തിത്വബോധം മനസ്സിൽ വരും. ഏതെങ്കിലും ഒരു കാര്യത്തെ കൂടുതൽ വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉള്ളതാണെന്ന് തോന്നും. ശബ്ദത്തിന്റെ ഒരു സ്വഭാവമാണത്. ഇതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു അസ്തിത്വം, ആശങ്ക, അതിന്റെ ഒരു അസ്തിത്വം, പരമാർത്ഥത്തിൽ അത് ഉള്ളതാണോ എന്ന് തോന്നിപ്പോകും. അനുഭവത്തിൽ എല്ലാം ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. ജാഗ്രത അനുഭവിക്കുന്നത് ഇല്ലാത്തതായിട്ടല്ല, ഉള്ളതായിട്ടാണ്. സ്വപ്നത്തെക്കുറിച്ചുള്ള നമ്മൾ അനുഭവം മറിച്ചല്ല. സ്വപ്നത്തെക്കുറിച്ചും അസ്തിത്വബോധം തന്നെ. സ്വപ്നം ഉണ്ടായിരുന്നു, സ്വപ്നത്തെ ഞാൻ അനുഭവിച്ചു എന്ന് തന്നെയാണ്. സ്വപ്നം കണ്ടിട്ടായാലും സ്വപ്നം ഇല്ല എന്നും ആരും പറയാറില്ല. സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നു, ഇപ്പൊ ഇല്ല എന്ന് പറയും. പക്ഷെ അത് ഉണ്ടായിരുന്നു, അവിടെ അസ്തിത്വബോധമാണ്. സുഷുപ്തിയെ സംബന്ധിച്ചും അങ്ങനെയാണ്. അനുഭവത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുകയും അതിനെ തന്നെ വിശദീകരിക്കുന്നു. വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആ അസ്തിത്വബോധം ദൃഢപ്പെടുകയായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. ഇത് എന്ന് പറഞ്ഞു, ജ്ഞാനീച്ച ത്രിവിധേ ജ്ഞേയി. ഈ ലൗകികം, ശുദ്ധലൗകികം, ലോകോത്തരം ഇത് അറിയേണ്ടതാണെന്നുകൂടി പറയുന്നു. ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ, പക്ഷെ വിശേഷമായിട്ട് അതിനെ അറിയേണ്ടതാണെന്നുകൂടി പറയുമ്പോൾ ഈ ശ്രോതാവിന്റെ മനസ്സിൽ ഇതിലൊരു നൂതനം നിലനിന്നിരുന്ന അസ്തിത്വബോധം ദൃഢപ്പെടാം. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസ്തിത്വബോധം സഹജമാണ്, അതിനെ ദൃഢപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ദൃഢപ്പെടുമല്ലോ എന്നുള്ള ആശങ്കയ്ക്ക് ഇവിടെ സമാധാനം പറയുകയാണ്. ദൃഢപ്പെടുത്തേണ്ട ഒന്നല്ല, അതിനുവേണ്ടിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു.
മറിച്ചത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചർച്ച ലക്ഷ്യം തെറ്റാൻ പാടില്ല. അങ്ങനെ വന്നാൽ വിപരീത ഫലത്തെ ഉണ്ടാക്കും. ഇത് ഈ സംസാര രോഗത്തിനുള്ള മരുന്നാണ്. മരുന്ന് വിപരീത ഫലം ചെയ്താലോ ഈ രോഗം ശമിക്കത്തില്ല. അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നില്ല. ആ ഒരു ബോധത്തിൽ എത്തിച്ചേരണം. അതിനുപകരിക്കുന്നതായിരിക്കണം ഈ ചർച്ച. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഹേയ ജ്ഞേയ ആപ്യപാക്യാനി വിജ്ഞേയാനി അഗ്രയാണതഃ. ഭാഷകാലം പറയുന്നു ഹേയാനിച്ച ലൗകികാദീനി ത്രീണി. ഇത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇതിൽ ത്യാജ്യബുദ്ധിയാണ് വരേണ്ടത്. ഇത് പരമാർത്ഥമല്ല എന്ന് ബോധ്യം വരണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ. ഇതെല്ലാം അനുഭവങ്ങളാണ്. കഴിഞ്ഞുപോയ അനുഭവം നിലനിൽക്കുന്ന അനുഭവമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടിത് ഹേയം തന്നെയാണ്. ലൗകികാദീനി ത്രീണി ജാഗരിത സ്വപ്ന സുഷുപ്താനി ആത്മനി അസത്വേന രജ്വാം സർപ്പവത് ഹാതവ്യാനി ഇത്യർത്ഥഃ. അതിന് ഈ ചർച്ചയുടെ എല്ലാം താല്പര്യം എന്താണ്? അത് തന്നിൽ ബോധിക്കണം. ഇത് മൂന്നും, ഈ മൂന്ന് അനുഭവങ്ങളും ജാഗ്രത സ്വപ്ന സുഷുപ്താനി, ജാഗ്രത സ്വപ്ന സുഷുപ്താനുഭവങ്ങൾ ആത്മനി തന്നിൽ അസത്വേന, അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ദൃഷ്ടാന്തം പറഞ്ഞിരജ്വാം സർപ്പവത്, പരമാർത്ഥമല്ലാതെ. അതുകൊണ്ടെന്താണ്? ആ ബോധം കൊണ്ട് ഇതിനെ ത്യജിക്കേണ്ടതാണോ? ഇതിനുള്ള ആ സത്യത്വ ബുദ്ധിയെ ഇല്ലാതാക്കണം. അതാണ് അതിന്റെ ത്യാഗം എന്ന് പറയുന്നത്. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജാഗ്രതത്തിനെ കൊണ്ടെങ്കിലും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല, സ്വപ്നത്തെ ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അതിങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഉറങ്ങണം എന്നാഗ്രഹിച്ചാൽ ഉറങ്ങാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. എന്നാൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, സഹജമായി സംഭവിക്കുന്നു. അതിന്റെ ആ പ്രവർത്തനങ്ങൾ സഹജമായി സംഭവിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ സഹജമായി സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹവുമായിട്ടൊക്കെ അത് ഒത്തുപോകുന്നു. നമ്മുടെ ആഗ്രഹത്തിനവിടെ വലിയ സ്വാധീനമൊന്നുമില്ല. ഉറക്കം വരുന്നു എന്ന് പറയുന്നു, നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു, ഉറങ്ങുന്നു. അത് സഹജമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ സഹജമായിരിക്കുന്നതിന് വിചാരം കൊണ്ട് ദൃഢപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വിചാരം കൊണ്ട് എന്താ ചെയ്യുന്നത്? ഇത് അസത്യമാണെന്നുള്ള ബോധം കൊണ്ട് അതിനെ തെറ്റിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒഴിവാക്കാൻ സാധ്യമല്ല. എവിടെ? തന്നിൽ അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ബോധം കൊണ്ട്. തന്നിലത് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ താൻ മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ. തന്നിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നവ ഒന്നും തന്നെ പരമാർത്ഥമല്ല. ഈ ബോധം കൊണ്ടാണത് ഒഴിയുന്നത്. ഒഴിയുന്നതും അങ്ങനെ ഉണരാതിരിക്കുന്നില്ല, ഉറങ്ങാതിരിക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല ഒഴിയുന്നു. അത് പരമാർത്ഥം അല്ല എന്നുള്ള ബോധം, സത്യമല്ല എന്നുള്ള ബോധം. ആ ബോധത്തിലാണത് ഒഴിഞ്ഞു പോകുന്നത്. അവൻ സത്യമായ ജാഗ്രതത്തിലേക്ക് ഉണരുന്നില്ല. അതാ വ്യത്യാസം. ഇപ്പൊ കരുതുന്നത് പോലെ സത്യമായ സുഷുപ്തിയിലേക്ക് അവൻ പോയി ഉറങ്ങുന്നില്ല. താൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വ്യക്തമായും അനുഭവിച്ചതാണ്. വ്യക്തമായും അനുഭവിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ ഉണ്മയെ അംഗീകരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്വപ്നത്തിൽ കുറിച്ച് അവൻ സ്മരിക്കുന്നില്ല. പരമാർത്ഥമല്ലാതെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നവന് ബോധ്യം വരുന്നു. അതാണ് അതിന്റെ ത്യാഗം.
അങ്ങനെ ത്യജിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ത്യാഗം വന്നെങ്കിൽ എന്ത് വേണം? ആത്മനി സ്വസ്വരൂപം, അത് പരമാർത്ഥമാണെന്ന് ബോധിക്കണം. തന്നിലുള്ള ആ പരമാർത്ഥത, അതിന്റെ ഒരു പ്രതിധ്വനി മാത്രമാണ് ഇതിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ തന്റെ പരമാർത്ഥം ഇതിൽ പ്രതിബിംബിക്കുകയാണ് എന്ന് ഉള്ള ബോധം കൊണ്ടാണ് ആത്മനി, പരമാർത്ഥമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഇത് ബോധിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സത്യം അനുഭവപ്പെടുന്നുണ്ട്. അത് തന്റെ സത്യത്തിന്റെ ഒരു പ്രതിബിംബം മാത്രം, സ്വസ്വരൂപമായിരിക്കുന്ന സത്യത്തിന്റെ പ്രതിബിംബം. ആ ബോധത്തിലാണ് അതിനെ ത്യജിക്കുന്നത്. അപ്പോ വെറുതെ ഇത് അസത്യമാണ്, ഇത് നമ്മൾ 100 തവണ ആവർത്തിച്ചാൽ ഇത് അസത്യമാകത്തില്ല. വെറുതെ പ്രസംഗിക്കാൻ കൊള്ളാം. ഫലത്തിൽ ഇത് സത്യമായി തന്നെ അനുഭവപ്പെടണം. നമ്മൾ അസത്യമാണെന്ന് പറയുകയും ഇതെല്ലാം സത്യമാണെന്ന് അനുഭവപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താ വിശേഷതയെന്താ? പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല, വെറുതെ ആവർത്തിക്കും. ഇതുകൊണ്ടെന്താ പ്രയോജനമാണോ ലഭിക്കേണ്ടത്? അത് കിട്ടത്തില്ല. സംസാരമുക്തി എന്ന് പറയുന്നു. ഈ സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ആത്മസ്വാതന്ത്ര്യം, അത് കിട്ടത്തില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എവിടെയാണ് തകരാറ്? കാരണം ഇതിലെന്തായാലും സത്യം എന്നുള്ള ബോധം ദൃഢപ്പെട്ടിരിക്കുകയാണ്. ഇതങ്ങനെ ഒഴിഞ്ഞു പോകത്തില്ല. ഇതൊഴിഞ്ഞു പോകണമെങ്കിൽ മറ്റൊരു സത്യത്തെ ബോധിച്ചാലേ പറ്റും. ഒരു പിടി പിടിച്ചാലേ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പിടി വിടാൻ പറ്റും. ഒരു കാലം ഉറപ്പിച്ചാലേ മറ്റൊരു കാലം ഇളക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ ആവർത്തിക്കുന്നു. എന്താണ്? ഈ പ്രപഞ്ചം അസത്യമാണ്, പരമാർത്ഥമല്ല, ജഗന്മിഥ്യ. ഇതാണ് നമ്മൾ ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു ഏച്ചുകെട്ടലാണ്. ഒരിക്കലും അത് യോജിക്കത്തില്ല. ഒരിക്കലും അത് സാധ്യമാകുന്ന കാര്യമില്ല. ഒരിക്കലും നമുക്കങ്ങനെ ജഗന്മിഥ്യാത്വം ബോധിക്കത്തില്ല. അതാണ് നമ്മൾ ആവർത്തിച്ച് ജഗന്മിഥ്യാത്വം കേട്ടിട്ടും ബോധിക്കാതെ. അവസാനം നമുക്ക് തോന്നുന്നതാണ് ജഗന്മിഥ്യാത്വം എന്ന് പറയുന്നതിനൊരു അസംബന്ധമാണ്. കാരണം ഇത് ആവർത്തിച്ച് കേട്ടിട്ടും അതൊരിക്കലും ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ, ലോകവ്യാപാരങ്ങൾ ഇടപെടുമ്പോൾ ഈ ജഗത്ത് സത്യമാണെന്നുള്ള ബോധത്തിലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്താണ് അവിടെ തകരാറ് പറ്റിയിരിക്കുന്നത്? നേഹിമിഹ ചതുഷ്കോടി വർജിതം പരമാർത്ഥ തത്വം. അത് ബോധിക്കാതെയാണ്. ഈ പരമാർത്ഥ തത്വത്തെ, സുസ്വരൂപത്തെ ബോധിക്കാതെ ജഗത് മിഥ്യാത്വം അത് ബോധിക്കുന്നില്ല. അതാണ് ഇതിനോടൊപ്പം അത് സംഭവിക്കും. പ്രകാശത്തിന് ഇരുട്ട് നശിക്കത്തുള്ളൂ. പ്രകാശം കൂടാതെ എങ്ങനെ ഇരുട്ട് നശിക്കും? ആ പ്രകാശം വരുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നു. അതുപോലെ എന്താണ്? ചതുഷ്കോടി വർജിതമായിരിക്കുന്നു. എന്നുവെച്ചാൽ അസ്ഥി നാസ്തി, അസ്ഥി നാസ്തി എന്നെല്ലാം നമുക്ക് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും നമുക്ക് വ്യവഹരിക്കാൻ പരമാർത്ഥത്തിൽ കഴിയാത്തതായ ആ പരമാർത്ഥ തത്വം അത് ജ്ഞേയമാകുമ്പോൾ, അത് ബോധ്യപ്പെടുമ്പോൾ പ്രപഞ്ചവും അസത്താകുന്നു. അതുവരെ പ്രപഞ്ചം ജഗന്മിഥ്യ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതതിന്റെ ഒരു ഭാഗം മാത്രമേ ആകുള്ളൂ. അപ്പോൾ ചതുഷ്കോടി വർജിതമായ ആ പരമാർത്ഥ തത്വത്തിന്റെ ബോധ്യപ്പെടലിൽ ആണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ ത്യാഗം സംഭവിക്കുന്നത്. അതാണ് പറഞ്ഞത്. എന്താണ്? ഇപ്പോൾ ജഗത്തിൽ ഉറച്ചുപോയിരിക്കുന്ന പരമാർത്ഥബോധം അത് സ്വസ്വരൂപത്തിൽ ഉറയ്ക്കണം. അത് ജഗത്തിൽ നിന്നും മാറണം. ഈ ജഗത്തിൽ അനുഭവപ്പെടുന്ന പ്രതിബിംബ ബുദ്ധി, സത്യത്തിന്റെ പ്രതിബിംബ ബോധം,
അത് ബിംബത്തിൽ ഉറയ്ക്കണം. ബിംബസ്വരൂപമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഉറയ്ക്കണം. അത് സംഭവിക്കാത്തതുകൊണ്ടാണ് ജഗത് മിഥ്യ എന്ന് ആവർത്തിക്കുന്നതുകൊണ്ട് പ്രപഞ്ചം മിഥ്യാകാത്തത്. മറിച്ച് അത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇത് ഹേയമാണ്, ത്യാജ്യമാണ്, അവസ്ഥാത്രയം ത്യാജ്യമാണ്. പക്ഷെ അത് ത്യാജ്യമാകണമെങ്കിൽ ഈ അവസ്ഥാത്രയത്തിന് ആധാരമായിരിക്കുന്ന ആ പരമാർത്ഥ തത്വം അത് ജ്ഞേയമാകണം, അത് വിജ്ഞേയമാകണം. ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കണം എന്നാണ്. ഒന്ന് നേടിയിട്ട് മറ്റൊന്നിനെ പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാം ഒരുമിച്ച് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പരമാർത്ഥം ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കും. ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാർത്ഥം ബോധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത് രണ്ടിനെയും ഒരുമിച്ചാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണ്. എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ അങ്ങനെയല്ലേ ബോധിപ്പിക്കുന്നു. രണ്ടിനെയും ഒരുമിച്ച് തന്നെ ബോധിപ്പിക്കുന്നു. ഒരാൾ പറയും ഞാൻ രണ്ടിനെയും ഒരുമിച്ച് തന്നെ ബോധിക്കുന്നത്, പക്ഷെ എന്നാലും എനിക്കിത് രണ്ടും ബോധിക്കുന്നില്ല. ജഗത് മിഥ്യാത്വം ബോധിക്കുന്നില്ല, ബ്രഹ്മസത്യം അതും ബോധിക്കുന്നില്ല. ശബ്ദാർത്ഥം ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. സത്സംഗം ആവർത്തിക്കുന്നു, പക്ഷെ സത്സംഗം അവസാനിക്കാറുമായി, എന്നിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. തുടങ്ങിയെടുത്ത് തന്നെ അയക്കുന്നു. അതെന്താ? എന്തുകൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നില്ല? അതിനാണ് അടുത്ത് പറയുന്നു ആപ്യാനി ആപ്തവ്യാനി തിക്ത ബാഹ്യേഷണത്രയേണ ഭിക്ഷുണ പാണ്ഡിത്യ ബാല്യ മൗനാഖ്യാനി സാധനാനി. മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ ചർച്ച ചെയ്തതാണ്. എല്ലാത്തിനും സാധനാ സമ്പത്തിയാണ് മുഖ്യം. സാധനാ സമ്പന്നനാകും, എന്നാലേ ഇത് ഫലം ചെയ്യത്തുള്ളൂ. അപ്പൊ സാധന എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുറച്ച് തപസ് ചെയ്തിട്ട് വരാം, ആദ്യം സാധന ആർജിച്ചിട്ട് വരാം, എന്നിട്ട് സത്സംഗം ശ്രവിക്കാം. അല്ലെങ്കിൽ പറയും ചിലർ ഞാൻ കുറച്ച് ജപിച്ചിട്ട് വരാം, ധ്യാനിച്ചിട്ട് വരാം, യോഗം കുറച്ച് അഭ്യസിച്ചിട്ട് വരാം, തന്ത്രമന്ത്രങ്ങൾ ഉപാസനകളെല്ലാം ചെയ്തിട്ട് വരാം. അതെല്ലാം ചെയ്തിട്ട് വന്നാൽ ശരിയാവുമോ? വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. ഇത്രയും കാലം അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പൊ സാധന എന്താണ്? മുഖ്യ സാധന. മുഖ്യ സാധനയിൽ വരണം. എന്താണ് മുഖ്യ സാധന എന്ന് പറയുന്നത്? പാണ്ഡിത്യം, ബാല്യം, മൗനം. ഇതിലേക്ക് തന്നെ വരണം. പാണ്ഡിത്യ ബാല്യ മൗനങ്ങളിലേക്ക് എങ്ങനെ വരും? ആ ചോദ്യം. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹായിക്കും. നേരത്തെ പറഞ്ഞല്ലോ, യോഗവും ത്യാഗവും ജപവും തപവും എല്ലാം അതിന് സഹായിക്കും. അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ മുഖ്യ സാധനയിലേക്ക് വരിക എന്നുള്ളതാണ്. പാണ്ഡിത്യ ബാല്യ മൗനങ്ങളിലേക്ക് വരികയാണ്. അതാണ് അതിന്റെ പ്രയോജനം. അല്ലാതെ അതിന് പ്രയോജനമൊന്നുമില്ലേ? ജപത്തിനും തപത്തിനും ഒക്കെ തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. അതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. എന്ത് ചെയ്താലും പ്രയോജനമുണ്ട്. സത്തായാലും അസത്തായാലും സദാചാരമായാലും ദുരാചാരമായാലും പ്രയോജനമുണ്ട്. ജപതപാദികൾക്കെല്ലാം പ്രയോജനമുണ്ട്. പക്ഷെ ആ പ്രയോജനങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ അജാതി തുര്യാധികമം, ആ പ്രയോജനം, അതിനുവേണ്ടി അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. എങ്ങനെ? രക്തബാഹ്യേഷണ ത്രയേണ
അതെല്ലാം ഭിക്ഷുണ, അതെല്ലാം ഒരു ഭിക്ഷു ആകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്, ബാക്കിയില്ല. ഭിക്ഷു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണ്? തെക്ത ബാഹ്യേഷണാത്രയം, ബാഹ്യേഷണങ്ങൾ ത്രയിച്ച്, ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ, ഇത്തരം ഏഷണങ്ങളെ ത്യജിച്ചവൻ. ആ ഏഷണാത്യാഗത്തിന്, ഏഷണ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നാണ് അർത്ഥം, ഇച്ഛ. നമ്മൾ മലയാളത്തിൽ ഏഷണി പറയുക എന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ്, അതല്ല ഇവിടെ. ഏഷണ ആഗ്രഹം, ആഗ്രഹത്തെ ത്യജിക്കുക. ആഗ്രഹത്തെ ത്യജിച്ചവനാണ് ഭിക്ഷു എന്ന് പറയുന്നത്. ഇവിടെ ഭിക്ഷു എന്ന് വെച്ചാൽ ശരിക്കും ഭിക്ഷു തന്നെ, ഒറിജിനൽ സ്വാമിയെ തന്നെ പറയുന്നു ഭിക്ഷു എന്നുവെച്ചാൽ അത് പക്ഷപാതമായിട്ട് പറയുന്നതല്ല. ഗൃഹസ്ഥനത് പ്രയാസമാണ് ഏഷണയെ ത്യജിക്കാൻ, എളുപ്പമുള്ള കാര്യമില്ല. ഭിക്ഷുവിനെ സാധ്യമാകും. ഗൃഹസ്ഥനെങ്ങനെ പുത്രേഷണയെ ത്യജിക്കാൻ പറ്റും? പുത്രേഷണ എന്ന് പറയുമ്പോൾ അത് പുത്രന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുക, സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക, സന്താനങ്ങളെ സൃഷ്ടിക്കുക, പിന്നെ അതിനെ സംരക്ഷിക്കുക, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തും. അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ആഗ്രഹം കൂടാതെ നടക്കത്തില്ല. അപ്പോൾ ആ ഏഷണ ശരിക്കും ഭിക്ഷുവിനെ സാധ്യമാകും അത്തരം ഏഷണങ്ങളെ ത്യജിക്കാൻ. അതുപോലെ വിത്തേഷണ, ലോകേഷണ, ഇതേ ജപത്തപം ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് വരുന്നു അലൗകികമായ ഫലങ്ങൾ. മറ്റുള്ളതെല്ലാം ലൗകിക ഫലങ്ങളാണ്. ലോകേഷണ എന്ന് പറയുമ്പോൾ അലൗകികമായ ഫലങ്ങൾ, അത് പ്രതീക്ഷിക്കുക. ഇതെല്ലാം ത്യജിക്കുന്നവനാണ് ഭിക്ഷു, സ്വാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു അത് ഭിക്ഷുവിനെ സാധ്യമാവും. ശരിക്കും ഇവിടെ പറയുന്ന ഈ അജാതിയും മറ്റും അനായാസമായി സിദ്ധമാകുന്ന ഭിക്ഷുവിനെ പറ്റും. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. ആപ്യാനി ആപ്തവ്യാനി തെക്തബാഹ്യേഷണ ത്രയേണ ഭിക്ഷുണ. അപ്പൊ ആദ്യം ആ ഭിക്ഷു പദവിയെ പ്രാപിക്കുന്നു, ഭിക്ഷുത്വത്തെ പ്രാപിക്കുന്നു. മുഖ്യമായ സന്യാസം, അതിനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ സന്യാസ മാർഗത്തിൽ വരണമെന്നർത്ഥം. ചോദിക്കുമ്പോൾ ഗൃഹസ്ഥനാണെങ്കിലോ എല്ലാം ഉപേക്ഷിച്ചിട്ട് വരണം, വേറെ വഴിയൊന്നുമില്ല. കുറച്ച് അതും കുറച്ച് ഇതുമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നതനുസരിച്ച് അത് ഉപേക്ഷിച്ചാലേ പറ്റൂ. അങ്ങനെയുള്ള ഭിക്ഷുണ സന്യസ്യ ശ്രവണം കുര്യ, ശ്രുതി പറയുന്നു. സന്യസിച്ചിട്ട് ഇതിനെല്ലാം അപേക്ഷിക്കണം. ചില ചോദിക്കും, എന്നാ ഇതൊക്കെ ഇരുന്നോട്ടെ, കുടുംബമെല്ലാം ഇരുന്നോട്ടെ, അതിന്റെ ആഗ്രഹത്തെ അങ്ങ് വീഴ്ചാൽ പോരെ. അപ്പോ ഇത് എല്ലാം ഇരുന്നോട്ടെ, ആഗ്രഹത്തെ വീഴ്ച പോരെ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ ആഗ്രഹവും ഉപേക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇത് ഇരിക്കണമെന്നുള്ള ഒരാഗ്രഹം സംരക്ഷിക്കുകയാണ്. ആ ഒരാഗ്രഹത്തെ മാത്രം ത്യജിക്കാൻ വയ്യ. എല്ലാം വേണം, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം വേണം. ആ ഒരാഗ്രഹം ഇരുന്നിട്ട് ബാക്കിയെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇവിടെ അതല്ല പറയുന്നത്. ഭിക്ഷു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചതെന്ന് തന്നെ എല്ലാ അർത്ഥത്തിലും, മാനസികമായും ബാഹ്യമായും എല്ലാം ഉപേക്ഷിച്ചത്. അങ്ങനെ ഉപേക്ഷിച്ച് പാണ്ഡിത്യ ബാല്യ മൗന സാധനങ്ങളെ സ്വീകരിക്കുന്നു എന്നർത്ഥം. പാണ്ഡിത്യം ഉണ്ടായാലേ പറ്റും.
ശാസ്ത്രജ്ഞാനം അതിന് പാണ്ഡിത്യം എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന സാധനാമാർഗത്തെക്കുറിച്ച് പറയുകയാണ്. ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ ഏത് ശാസ്ത്രം ചോദ്യം വരും. അത് ശ്രുതിയാണ്, ഉപനിഷത്ത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം. ഉപനിഷത്ത് ശാസ്ത്രത്തിന്റെ ജ്ഞാനമാണ്. എന്തിനാ ഉപനിഷത്ത്? അതാണ് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന തത്വമസി അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ബോധിപ്പിക്കുന്നത് ശ്രുതിയാണ്, ഉപനിഷത്താണ്. അപ്പം അതിന്റെ ജ്ഞാനം വേണം. അതാണ് ഇവിടെ പാണ്ഡിത്യം എന്ന് പറയുന്നത്. ഉപനിഷത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് കേട്ടാൽ മനസ്സിലാവണം. അതാണ് കേട്ടാൽ മനസ്സിലാവും. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പാണ്ഡിത്യത്തിലൂടെ ആനന്ദഗിരിയും മറ്റും വ്യാഖ്യാനിക്കുന്ന ശ്രവണം എന്ന് പറയും. ശ്രവണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവണം. അത് കേട്ടാൽ ആർക്കും മനസ്സിലാകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കഴുതയുടെ മുമ്പിൽ പറഞ്ഞാൽ അതിന് മനസ്സിലാവും? മനസ്സിലാകത്തില്ല. പദപദാർത്ഥജ്ഞാനം ഗ്രഹിക്കാൻ യോഗ്യതയുള്ളവനെ അത് മനസ്സിലാവും. അല്ലാത്തവനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള യോഗ്യതയാണ് മുമ്പ് പറഞ്ഞെന്താണ്? ഏഷണ ത്യാഗം. ആ ഏഷണ ത്യാഗത്തോടുകൂടി ശ്രവിക്കണം. സന്യസ്യ ശ്രവണം കുര്യാത്. സന്യസിച്ചിട്ട് ശ്രവിക്കണം. അപ്പോൾ പെട്ടെന്ന് പലരുടെയും മനസ്സിൽ വരും, സന്യസിച്ചിട്ടിപ്പോൾ ഞങ്ങൾ അതൊന്നും ഉണ്ടല്ലോ ചെയ്യുന്നത്, സന്യസിച്ചിട്ടിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഡ്യൂട്ടിയാണല്ലോ എന്ന് പറയും. വേറെ പല പണികളുമാണല്ലോ ചെയ്യുന്നത്. തലയിലെഴുത്തിന് പെടലി ചൊറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അനുഭവിച്ചോളുക. ഇവിടെ ശാസ്ത്രം പറയുന്നതാണ് സന്യസിച്ച് ശ്രവണം ചെയ്യാം. സന്യസിച്ചിട്ട് ശ്രവണം ചെയ്യണം. വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണാത്രയം. ആ ഏഷണാത്രയം പോയിട്ടില്ല. അപ്പൊ ബാക്കി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഏഷണാത്രയ ത്യാഗത്തിന് പോയിരിക്കും. നല്ലത് ഇപ്പൊ ചെയ്യുന്നത് കൊണ്ടും ദോഷമൊന്നുമില്ല. അതാണ് ഇപ്പൊ നമ്മൾ സന്യാസം എന്ന് പറയാൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഗീതയിലേക്ക് പോകേണ്ടി വരും. പോകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം ഇതിപ്പോ ആരുടെ മനസ്സിലുണ്ട് ഗീത. അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർമ്മയോഗമാണ്. അപ്പോൾ ഏഷണാത്യാഗത്തിന് വേണ്ടി സന്യാസം സ്വീകരിച്ച് ഇന്ന് മറ്റു പ്രവൃത്തികളും ചെയ്യാം. പക്ഷെ ഇതൊക്കെ എത്ര ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. മറ്റു കർമ്മമാർഗങ്ങളിലേക്ക് പോകുമ്പോൾ സന്യസിച്ചിട്ടായാലും ശരി, അവിടെ ഈ പറയുന്ന ഏഷണാത്യാഗത്തിന് പകരം പുതിയ പുതിയ ഏഷണകളൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ. അഹന്തയും മമതയും ഒക്കെ വർദ്ധിക്കാനാണ് കൂടുതലും ചാൻസ്. ഏഷണാത്യാഗമൊക്കെ വരാൻ ചാൻസുകൾ കുറവാണ്. കാരണം സന്യാസിയായാലും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന അതൊക്കെയാണ്. ഞാനുൾപ്പെടെയുള്ളവരുടെ കാര്യം പറയണം, എന്നെ മാറ്റി നിർത്തിയിട്ട് പറയാം. സമ്പത്ത്, അധികാരം, ഇതൊക്കെയാണ് സന്യാസിമാർ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏഷണാത്യാഗം വരും. അപ്പോൾ ഇവിടെ പറയുന്ന ഏഷണയൊക്കെ തേച്ചിട്ട് അതെല്ലാം കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അധികാരപ്രമത്തത, പണത്തിന്റെ
ദുരഭിമാനങ്ങൾ, ഇതൊക്കെ സന്യാസിക്കും അവസാനത്തെ സമ്പാദ്യമായി നിലനിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ യഷ്ണാത്രയ ത്യാഗമൊന്നും ഭിക്ഷുവിനും ഇന്നത്തെ കാലത്ത് വരാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പറയുന്നു, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ആ ത്യാഗത്തോടുകൂടി പാണ്ഡിത്യത്തെ പ്രാപിക്കണം. പ്രയാസമാണ്. സ്വാമിമാർക്കൊന്നും സമയമില്ല ശ്രവിക്കാൻ. എന്താ പണി വേറെ പിടിപ്പതുണ്ട്, പിന്നെ എങ്ങനെയാണ് ശ്രവിക്കുന്നത്? ഒരുപാട് പണിയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രവിക്കാൻ പറ്റും? അതും പറ്റത്തില്ല. അതിനോടൊപ്പം ശ്രവിക്കാൻ പറ്റും? ദഹിക്കത്തില്ല. പല പ്രശ്നങ്ങളാണ്. ശ്രവണം കൂടിയ രീതിയിലൂടെ ഭാഷകാരൻ പറഞ്ഞു. ഇവിടെ പറയുന്ന ഈ തുര്യാധിഗമത്തിൽ ശ്രവണം കൂടിയ രീതി. ആര് ധരിച്ചുകളരുത് ഞങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, വേറെ സ്വാമിമാരെ കുറിച്ചാണ്. അങ്ങനെ ധരിച്ചുകളരുത്. നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നു. വേറെ ആരെങ്കിലും ചുമരിക്കൊണ്ട് ചാരിയിട്ടിരുന്ന് ദീർഘനിശ്വാസം വിടരുത്. മനസ്സിൽ അവനവനെ തന്നെ കാണണം, വേറൊരാളെ കാണരുത്. എത്ര പേർക്ക് ഇതിനൊക്കെ സമയമുണ്ട്? ശ്രവണത്തിനൊക്കെ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ ആർക്ക് കഴിയുന്നില്ല. കാരണം ഉത്തരവാദിത്വങ്ങളുണ്ട്, ജോലികളുണ്ട്. സമയം കിട്ടുന്നില്ല. ഇവിടെ പറയുന്ന ആദ്യം അത് ആർജിക്കണം, പാണ്ഡിത്യം. ഔപനിഷദമായ ജ്ഞാനം, ശ്രവണം തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആനന്ദഗിരിയും മറ്റും പറഞ്ഞിട്ടുണ്ട്. വേദാന്ത താത്പര്യ അഭിജ്ഞത്വം അത് ഞാൻ വിശദീകരിച്ചത്. വേദാന്ത താത്പര്യത്തിൽ അഭിജ്ഞനാവണം. ശ്രുതിയിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കണം. ശ്രുതിയുടെ ശക്തി അചിന്ത്യമാണ്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ശ്രുതിക്ക് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. പലരും ചിന്തിക്കും നമ്മളെന്തിനാ ശ്രുതിയെ ഇങ്ങനെ പാരായണം ചെയ്യുന്നു. നമ്മൾ തുടങ്ങുമ്പം തന്നെ അത് ശ്രുതിയെ പാരായണം ചെയ്യുന്നു, സ്വാധ്യായം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പരമാർത്ഥത്തിൽ നമ്മൾ ഈ വാചക കസരത്ത് നടത്തുന്നതിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അതിന്റെ ആ സ്വാധ്യായമാണ്. കാരണം ആ ശ്രുതി, ആ ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തിക്ക് നമ്മളിൽ പരിവർത്തനം വരുത്താൻ പറ്റും. വാസ്തവത്തിൽ നമ്മൾ വ്യാഖ്യാനത്തിൽ നിന്നല്ല അർത്ഥത്തെ ഗ്രഹിക്കുന്നത്, ശ്രുതിയിൽ നിന്നാണ്. ശ്രുതിക്ക് നമ്മുടെ ഉള്ളിലെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സ്വാധ്യായം നിർബന്ധമായിരിക്കണമെന്ന് പറയുന്നത്. എന്നും ഇത് ആവർത്തിച്ചിട്ട് എന്താ പ്രയോജനം? അതെങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നുവെന്നോ ഒരുപക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ അതിന്റെ അചിന്ത്യമായ ശക്തിയാണ് ശരിക്കും ഈ ആശയത്തെ നമ്മൾ പ്രകാശിപ്പിക്കുക. അതിനുള്ള ആ കരുത്ത് ശബ്ദത്തിനുണ്ട്. അതുകൊണ്ടാണ് ശ്രുതിയുടെ സ്വാധ്യായം പാരായണം ഒരിക്കലും മുടങ്ങരുതെന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അതൊരു ആധ്യാത്മിക സാധന എന്നതാണ്. അല്ലാതെ ചെയ്യുന്നതിനാണ് നിഷേധിക്കുന്നത്. വെറുതെ ഇത് മനഃപ്പാഠം ചെയ്യാൻ വേണ്ടി പഠിക്കുക, അതല്ല. ഏകാഗ്രമായ മനസ്സോടുകൂടി അല്പസമയമെങ്കിലും ശ്രുതിയുടെ സ്വാധ്യായം അനുഷ്ഠിച്ചാൽ അതിന്റെ ഫലം അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അതാണ് വാസ്തവത്തിൽ ഫലത്തെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതെന്നും ആവർത്തിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആദ്യത്തെ അഭ്യാസം വിട്ടിട്ട് ബാക്കി നേരിട്ട് തന്നെ നമ്മൾ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് ലാഭിക്കാമല്ലോ.
ചോദിച്ചിട്ടുണ്ട്. എന്തിനാ ഇത് വെറുതെ ഇങ്ങനെ ആവർത്തിക്കുന്നു? വെറുതെ അല്ല ഇത് ആവർത്തിക്കുന്നു. ഒരു വേദാന്ത താല്പര്യം, ശ്രുതിയുടെ താല്പര്യം ശ്രുതിയിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നു. നമ്മളതിനെ വിശദീകരിച്ച് വേറെ ഭാഷകളിലൂടെ അതിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. വേറെ ഏതെങ്കിലും ഉപായത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഈ ആശയത്തെ നമ്മളിൽ വെളിപ്പെടുത്തി തരുന്ന ആ ശ്രുതിയാണ്, അല്ല മറ്റ് ശബ്ദങ്ങളല്ല. അതും അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു മുഖ്യമായ വിഷയമാണ്. ഈ ശ്രുതിയാണോ ശരിക്കും സാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നത്, അതോ ആ ശ്രുതി ആശ്രയിച്ച് നമ്മൾ നടത്തുന്ന ഈ ചർച്ചകളാണോ? അതിന്റെ അന്തിമമായ നിഗമനം, ആ ചർച്ച വളരെ വലുതാണ്. ആചാര്യന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പറയുന്നത് ഇതെല്ലാം സഹകാരികളാണ് ബാക്കിയുള്ള മനന, നിധ്യാസന, ശ്രവണങ്ങളെല്ലാം. പക്ഷേ സാക്ഷാത്തായി ആ അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന ശ്രുതിയല്ല. എന്നുവെച്ചാൽ ശ്രുതി വാക്യം തന്നെ. ബാക്കിയുള്ളതോ അതിനെ സഹായിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ആ ശ്രുതിയെ അവലംബിക്കാതെ ഒരു ചെറിയൊരു തീപ്പൊരി ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ പറ്റും. ലോകത്ത് മുഴുവൻ. പക്ഷെ അത് തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? ഒരു അഗ്നിയുടെ ഒരു ശകലത്തിൽ നിന്നായിരിക്കും. അതൊരു ഹൈഡ്രജൻ ബാമ്പോ അണുബോംബോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഭസ്മമായി കളയാൻ പറ്റും. പക്ഷെ അതൊരു തീപ്പൊരിയിൽ നിന്നാണ് തുടക്കം. അതുപോലെ ആ തീപ്പൊരിയുടെ സ്ഥാനമാണ് ഈ ഉപനിഷത്തിനുള്ളത്. അതിന് എത്രയും ബൃഹത്വമാകാം, ഏറ്റവും അണുവാകാം. എല്ലാ ശക്തിയും അവിടെ ഇരിക്കുകയാണ് ശ്രുതി. അതുകൊണ്ട് ആ ശ്രുതിയുടെ താല്പര്യം, അഭിജ്ഞത്വം, അതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. ശ്രുതിയിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. പിന്നെ നമ്മൾ വേറെ എവിടെയൊക്കെ പോയാലും ശരി, അവസാനം അത് ആ ശ്രുതിയിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള പാണ്ഡിത്യം അത് കൂടിയേ തീരും. അത് എങ്ങനെ വരും? ശ്രവണത്തിൽ നിന്ന് വരും. അതിന് സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തെക്ത ബാഹ്യേഷണാത്രയം എന്നെല്ലാം. ആ ഏഷണാത്യാഗവും മറ്റും ആ ശ്രുതി ശരിയായ ഫലം നമ്മളിൽ കൊടുക്കുന്നതിന് സഹായിക്കും. ഏഷണകളെ ത്യജിച്ചാൽ, അവൻ ഭിക്ഷുവായാൽ അവന്റെ മനസ്സിന് വികല്പങ്ങൾ കുറഞ്ഞിരിക്കും, ശാന്തമായിരിക്കും, മനസ്സ് ഏകാഗ്രമാകും, ശുദ്ധമാകും. അവിടെ ഈ ശ്രുതി ഫലത്തെ ഉണ്ടാകും. മറ്റു സാധനങ്ങളെല്ലാം ഈ യോഗ്യതകളെ ആ ഭിക്ഷുവിന് കൊടുക്കുന്നതിന് സഹായിക്കും. ഒന്നും നിഷ്ഫലമാണ്, ഒന്നും വേണ്ടെന്നല്ല പറയുന്നു. പക്ഷെ ശരിയായ വഴിയിലേക്ക് വരണം. ശരിയായ വഴി എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ പാണ്ഡിത്യത്തിലാണ്, ശ്രവണത്തിലാണ്. മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നു, അവസ്ഥാത്രയം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു, സ്വസ്വരൂപം പരമാർത്ഥമാണെന്ന് ബോധിക്കുന്നു, ബോധിപ്പിക്കുന്നു, എന്നാലും ബോധിക്കുന്നില്ല. ഈ ഒരവസ്ഥയിലാണ്. അതിന് ശരിയായ വഴിയിലേക്ക്, പാണ്ഡിത്യത്തിന്റെ വഴിയിലേക്ക്, ശ്രവണത്തിന്റെ വഴിയിലേക്ക് വരിക. അത് ഏഷണാത്രയ ത്യാഗത്തോടുകൂടി, ഏഷണാത്രയ ത്യാഗത്തോടുകൂടി പാണ്ഡിത്യത്തിന്റെ വഴിയിൽ വരിക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രവണത്തിൽ പ്രാധാന്യം ശബ്ദത്തിന്. ശ്രവണത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അതാണ്. കാരണം അവിടെ ശബ്ദത്തെ ആശ്രയിച്ചാണ് മുഖ്യമായിട്ട്. ശ്രവിക്കുന്ന ശബ്ദത്തെ ആശ്രയിച്ച്. അതുകൊണ്ടാണ് അവിടെ ശ്രുതിക്കും പ്രാധാന്യം വന്നത്. അടുത്ത് പറയുന്നു ബാല്യം.
ശ്രവണം രണ്ടു തരത്തിൽ സഹായിക്കും. ഒന്ന്, അതിന്റെ ആ പരമമായ ഫലത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതൊന്നും മുഖ്യമായിട്ട്. മറ്റൊന്നെന്താണോ, ആ ശ്രവിക്കുന്നവനെ പാകപ്പെടുത്തും, യോഗ്യതാ സമ്പാദനം, അതിനത് സഹായിക്കും. അധികാരി ഭേദമനുസരിച്ച് യോഗ്യതകളെല്ലാം വീണ്ടും വണ്ണം ഉള്ളവനാണെങ്കിൽ അവനെ എളുപ്പം ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും. യോഗ്യതകളുടെ പോരായ്മയുണ്ടെങ്കിൽ അവനെ അവിടെ നിർത്തിയിട്ട് അവനിൽ ആ യോഗ്യതകളുടെ സമ്പാദ്യത്തിന് സഹായിക്കും. മുമ്പോട്ട് ഇനി ഒരടി മുമ്പോട്ട് പോകണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ യോഗ്യത അവന് പകർന്നു കൊടുക്കും. അവന് ശ്രവണത്തിന് മനസ്സിന് വിവേകം ഉണ്ടാകുന്നു. ആ വിവേകമനുസരിച്ച് അവന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം മാറുന്നു. അതനുസരിച്ച് അവന് യോഗ്യതകൾ വരുന്നു, സമ്മതമാദി ഗുണങ്ങൾ എല്ലാം വരുന്നു. യോഗ്യതാ സമ്പാദനം എന്നുള്ളതിലേക്കാണ് ശ്രവണം ചിലർക്ക് ഫലവത്താകുന്നത്. ചിലരെ അത് യോഗ്യതയുള്ളവരെ അല്ലെങ്കിൽ യോഗ്യതയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നു. അവിടെ ശബ്ദത്തിന് പ്രാധാന്യം. ശ്രവിക്കുന്ന ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് അവന്റെ ഉള്ളിൽ വിവേകം ഉണ്ടാകുന്നതും അവൻ പിന്നെ പ്രവർത്തിക്കുന്നത്. അവിടെ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുന്നു. മനനത്തിൽ അങ്ങനെയല്ല. മനനത്തിൽ അർത്ഥത്തിൽ നിന്നും അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം, മനസ്സിനാണ് പ്രാധാന്യം. മനനാത് മുനി. മനനം കൊണ്ടാണ് ഒരുവൻ മുനിയാകുന്നത്. മൗനം മുനേഹി കർമ്മ ഇവിടെ പറയും വ്യാഖ്യാനത്തിൽ. മുനിയുടെ പ്രവൃത്തിയാണ് മൗനം. അവിടെ ശബ്ദം ആന്തരികമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം അർത്ഥത്തിലാണ്. അവനെന്ത് ചെയ്യുന്നു? അർത്ഥത്തിൽ നിന്നും അർത്ഥത്തിലേക്ക് പോകും. ശ്രവണത്തിൽ നിന്ന് അവൻ ചിലപ്പോൾ വാച്യത്തിലെത്തിയെങ്കിൽ ലക്ഷ്യത്തിലേക്കും പോകാം. മനനത്തിൽ അവൻ വാച്യത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് പോകും. നമ്മൾ പറയുന്നു, ഞാൻ 5 കൊല്ലം മുമ്പ് സത്സംഗം ശ്രവിച്ചു, 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ശ്രവിക്കുന്നു. 5 കൊല്ലം മുമ്പ് ശ്രവിച്ചപ്പോൾ ഗ്രഹിച്ച കാര്യങ്ങളല്ല ഇന്ന് ഗ്രഹിക്കുന്നു. എന്താ മാറ്റം വന്നത്? 5 കൊല്ലം മുമ്പ് നമ്മൾ ശ്രവിച്ച അതേ വാക്ക് അതേ വ്യക്തിയിൽ നിന്ന് ശ്രവിച്ചാലും അർത്ഥബോധത്തിന് വ്യത്യാസമില്ല. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ മനനമാണ്. മനനം എന്ത് ചെയ്യുന്നു? അർത്ഥത്തിൽ നിന്നും അർത്ഥത്തിലേക്ക് കൊണ്ടുപോകും. ശബ്ദത്തിന് ചെയ്യാമെന്നുള്ളത് പരമാവധി അത് നിറവേറ്റിക്കഴിഞ്ഞു. പക്ഷെ മനസ്സിന് വീണ്ടും പലതും ചെയ്യാനുണ്ട്. അതാണ് മനനത്തിൽ സംഭവിക്കുന്നത്. അതിനെ ബാല്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ പറയും ദംഭ ദർപ്പ അഹങ്കാരാതിരാഹിത്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സ്വാമിമാരുടെ കാര്യം പറഞ്ഞത്. ഞാൻ സ്വാമിമാരുടെ കാര്യം പറയുമ്പോഴെല്ലാം പലരുടെയും മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. ഞാൻ ഈ സ്വാമിമാരുടെ പേരെടുത്ത് പറയുന്നതിനെ സ്വാമിമാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്, സ്തുതിക്കാൻ വേണ്ടിയല്ല. ഒരു സ്വാമിയായിരുന്നുകൊണ്ട് തന്നെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പലരുടെയും പരാതി. അത് തുറന്നുകൊണ്ടേയിരിക്കുമെന്നല്ല, വേറൊന്നും പറയാനൊന്നും നിർത്തിയില്ല. അതായത് ഇവിടെ പറയുകയാണ്, ഭിക്ഷുവിന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ബാല്യം. ശ്രവണത്തിൽ നിന്ന് അവൻ ബാല്യത്തിലെത്തിച്ചേരണം. ഇത് ശ്രുതി ബൃഹദാരണ്യത്തിൽ പറയുന്നതാണ്. ഭാഷ്യകാരൻ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്നാണ്.
ഇപ്പോൾ ഒരു ഭിക്ഷു അവന് ബാല്യം എന്ന് പറയുന്ന ഒരവസ്ഥ എത്തിച്ചേരണമെങ്കിൽ അവന് ആദ്യം പാണ്ഡിത്യം വേണം. എന്നുവെച്ചാൽ ശ്രവണം ശരിയായ രീതിയിൽ വേണം. ശ്രവണത്തിന്റെ ഫലമെന്ന് പറയുന്നത് എന്താണ്? ആ ബാല്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ബാല്യം എന്ന് പറഞ്ഞാൽ എന്ത്? ശിശുവിന്റെ ഭാവം തന്നെ. അതാണ് ബാല്യം എന്ന് പറയുന്നത്. എന്താണ്? ദമ്പ ദർപ്പ അഹങ്കാരാതിരാഹിത്യം. നമ്മൾ പറയും ശിശുവിന്റെ നിഷ്കളങ്കത എന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിലല്ല. ഒരു ശിശു ബാഹ്യമായി നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അവൻ നിഷ്കളങ്കനാണെങ്കിലും അവനിൽ എല്ലാ ദുർവാസനകളും കാമക്രോധാദികളും എല്ലാം ഉറങ്ങിക്കിടപ്പുണ്ട്. അത് പ്രകടമാകേണ്ടി വരുന്ന സമയത്ത് അതെല്ലാം പ്രകടമായിക്കോളും. അവൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവൻ രാവണനോ രാക്ഷസനോ ഒക്കെ ആയിരുന്നു. രാവണനോ ഒരു കാലത്ത് ശിശുവായിരുന്നു. വാക്യാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ചെന്താണ്? ആ ഭാവത്തിൽ നിന്ന് പ്രകടമാകുന്ന എന്താണ്? ദമ്പ ദർപ്പ അഹങ്കാരാതിരാഹിത്യം. ഒന്നും അവിടെ പ്രകടമല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വാസനാരൂപത്തിലാണ്. പ്രകടമാകുന്ന എന്താണ്? ഈ ദമ്പ ദർപ്പ അഹങ്കാരരാഹിത്യമാണ്. അത് ശ്രവണത്തിൽ നിന്ന് പറഞ്ഞല്ലോ. ശ്രവണം സാധനാ സമ്പത്തിക്ക് സഹായിക്കും. ശ്രവണം കൊണ്ട് വിവേകം ഉണ്ടാവും. ആ വിവേകം കൊണ്ട് അവന് ഈ ദമ്പദർപ്പ അഹങ്കാരാദികളെല്ലാം ത്യജിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടാവും. അതവനിലുണ്ടാവും. അതാണ് ശ്രവണത്തിൽ ഒരു തരത്തിൽ ചെയ്യുന്നത്. അപ്പം മനനത്തിലേക്ക് വരും. അപ്പൊ ശ്രവണം ഭിക്ഷുവിന് കൂടിയേ തീരും. വാസ്തവത്തിൽ പഴയകാലത്ത് ഈ സന്യാസം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനൊരു സമ്പ്രദായം തന്നെ വച്ചത് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞത് സമയം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രായോഗികമായ ഇതാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഭാര്യ, ഭർത്താവ്, കുടുംബം, പ്രാരബ്ധമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. സമയം കുറവായിരിക്കും. വീട്ടുകാര്യം നോക്കണം, കുടുംബകാര്യം നോക്കണം. ഭിക്ഷുവായി കഴിഞ്ഞാൽ സമയം കിട്ടും. ഈ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയം എന്തിനുപയോഗിക്കാം? ശ്രവണത്തിന്, വേദാന്ത ശ്രവണത്തിന് ഉപയോഗിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. അത് മാത്രമൊന്നും ഞാൻ പറയാനില്ല. എന്റെ വ്യാകരണത്തിൽ കയറി ആരും പിടിക്കരുത്. ഒന്ന് അതാണ്. ഏതാണ്? ഒരു പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടായിരുന്നു സമയലാക്കും. അപ്പൊ ശ്രവണത്തിനും മറ്റും ധാരാളം സമയം കിട്ടും. ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമില്ല. വല്ലയിടത്തും പോയി ഭിക്ഷയെടുത്ത് കഴിച്ചാൽ മതി. ഇന്ന് സ്വാമിമാർക്ക് ഇങ്ങനെ സമയമുണ്ട്. സ്വാമിയായിട്ട് ഇല്ല. ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയൊക്കെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ച് സമയം കിട്ടുന്നുണ്ടോ? ഇല്ല. ശ്രവണത്തിന് സമയമില്ല. ബാക്കി കാര്യങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ശ്രവണമെന്നുള്ള ആ ഘട്ടം കടന്നില്ലെങ്കിൽ പിന്നെ മനനത്തിൽ എങ്ങനെ വരും? മനനത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന എന്താണ് ദമ്പ ദർപ്പ അഹങ്കാരാതിരാഹിത്യം എങ്ങനെ വരും? വരാൻ പാടാണ്. ശ്രവണം ഉണ്ടായാലേ പറ്റൂ. ശ്രവണത്തിന് സമയം കണ്ടെത്തിയാലേ പറ്റൂ. ഈ ഒരു നിലയിലേക്ക് വരണമെങ്കിൽ ഒരാൾ പറയുകയാണ്, ഞാനിപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്കൊന്നും എത്തിയിട്ടില്ല, ഞാനിപ്പോൾ ഒരു സ്വാമിയാണെങ്കിലും ആ സ്വാമിയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ഭിക്ഷുവിന്റെ കാര്യം പറയുകയാണ്, ശ്രവണത്തിന് സമയം കണ്ടെത്തിയാലേ പറ്റൂ. ശ്രവണത്തിൽ നിന്നും മനനത്തിലേക്ക് വരണം. മനനത്തിൽ വന്ന് എന്ത് ചെയ്യണം? ഇവിടെ പറയുന്ന രാഗദ്വേഷ മോഹാദികളെ തയ്ക്കണം. ബാല്യ എന്ന് പറയുന്ന അവസ്ഥയിലെത്തണം. ദമ്പദർപ്പ അഹങ്കാരാദികളെ
എല്ലാം ഉപേക്ഷിക്കണം. ഈ വഴിക്ക് വന്നേ പറ്റും. അപ്പൊ ചിലർ പറയും, ഇതിപ്പോ സ്വാമി പറയുന്നത് നടക്കാത്ത കാര്യമാണ്, ഈ പറയുന്നതൊന്നും കൂടെ നടക്കത്തില്ല. നിങ്ങളുടെ സൗകര്യത്തിന് പറയണമെങ്കിൽ വേറെ ആളിനെ അന്വേഷിക്കണം. ഇത് ശാസ്ത്രം പറയുകയാണ്. ശാസ്ത്രത്തിൽ ഇങ്ങനെയാ പറയുന്നത്. അതായത് സൗകര്യത്തിന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇത് പറയുന്നത് എന്താണ്? പരമാർത്ഥമാണോ? ഭിക്ഷു എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഭിക്ഷുവിന്റെ നിലയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അവന് ശ്രവിക്കാൻ സമയം വേണം, ശ്രവണത്തിൽ വരണം, ശ്രവണത്തിൽ നിന്ന് അവൻ ഈ ഭാവത്തിലേക്ക് വരണം, മനനത്തിലേക്ക് വരണം. എന്താണ്? ദമ്പ ദർപ്പ അഹങ്കാരാദികളെ ത്യജിക്കണം. അങ്ങനെ ത്യജിച്ച് ബാല്യം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരണം. അതടുത്ത് പറയുന്നു. അവിടെ നിന്നാ പോരാ. അത് മനനത്തിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് ഈ ദമ്പദർപ്പ അഹങ്കാരാദികളെ ത്യജിച്ച് ആ നിഷ്കളങ്കമായ ഒരു ഭാവത്തിൽ മനനം തുടരണം. അപ്പൊ അവിടെ മനസ്സിനാണ് പ്രാധാന്യം. ശബ്ദം ശ്രവണത്തിൽ നിന്ന് വേണ്ടതെല്ലാം അവന് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അത് പോരാ. അവിടെ ശബ്ദത്തിൽ നിന്ന് അർത്ഥം കിട്ടിയതേ ഉള്ളൂ. അർത്ഥത്തിൽ നിന്നുള്ള അർത്ഥം കിട്ടണം. അതിനാണ് നമ്മൾ ചിലടത്ത് പറയുന്നത് ലക്ഷ്യാർത്ഥം എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, കേട്ട് പക്ഷെ തെളിയുന്നില്ല, ബോധ്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ഉള്ളിൽ തെളിയണം. അത് അർത്ഥത്തിന്റെ അർത്ഥമാണ് തെളിയുന്നത്. അല്ലെങ്കിൽ വേറെ പറയാൻ എന്താണ്? സൂക്ഷ്മമായ അർത്ഥം, ശ്രുതിയുടെ സൂക്ഷ്മമായ താല്പര്യങ്ങൾ അതുള്ളിൽ തെളിയണം. അതാണ്. അവിടെ ഇവിടെ വ്യാഖ്യാനത്തിൽ യുക്തിതഃ ശ്രുത അർത്ഥ അനുസന്ധാന കുശല. ആദ്യം അവൻ ശ്രുതാർത്ഥനാകും. എനിക്ക് മനനം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയും. മനനം ചെയ്യാൻ കയ്യിലെന്തെങ്കിലും വേണ്ടേ? ഇപ്പൊ കയ്യിലുള്ളത് വെച്ചാൽ മനനം ചെയ്യുന്നു. ഇപ്പൊ കയ്യിലെന്താ ഇരിക്കുന്നത്? മനനം ചെയ്യാൻ ലോകകാര്യങ്ങളായിരിക്കുന്നു. അതിന്റെ മനനം നടക്കുന്നു. ആത്മമനനം നടക്കുന്നില്ല. എന്തുകൊണ്ട്? അതിലൂടെ പറഞ്ഞു ശ്രുതാർത്ഥം. ശ്രവണത്തിൽ നിന്ന് അർത്ഥം കയ്യിൽ കിട്ടിയവനെ മനനം ചെയ്യാൻ പറ്റും. അത് ഏഷണ ത്യാഗത്തോടുകൂടി ശ്രവണം ചെയ്യുന്നു. അങ്ങനെ ശ്രവണം ചെയ്ത് അവന് ശ്രുതി അർത്ഥം ധരിക്കണം. ശ്രുതി അർത്ഥം ധരിച്ചവനെ പിന്നെ മനനം ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രവണം ചെയ്യുന്നു, അർത്ഥമൊന്നും ധരിക്കുന്നില്ല. ചില പറയുന്നു, കേട്ടു പക്ഷെ ഒന്നും മനസ്സിലായി, പിന്നെ മനനം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകാതെ എന്ത് മനനം ചെയ്യാനും? മനസ്സിലുള്ളതിനെയല്ലേ മനനം ചെയ്യാൻ പറ്റും. മനസ്സിലൊന്നും ആയിട്ടില്ലെന്ന് വെച്ചാൽ മനസ്സിലൊന്നും ഇല്ലെന്നാണ്. അവളൂടെ പറയുന്നത് ശ്രുതി അർത്ഥം. ശ്രവണത്തിൽ നിന്ന് അർത്ഥം കിട്ടണം ഉള്ളിൽ. അർത്ഥം കിട്ടിയവന് ആ അർത്ഥത്തിൽ നിന്നും പിന്നെ അടുത്ത അർത്ഥങ്ങളിലേക്ക് പോവാം. അതാണ് മനനം. അതിനുള്ളൊരു സാമർഥ്യം വരണം. ആ സാമർഥ്യം എന്ന് പറയുന്നത് മുഖ്യമായും ഭിക്ഷുവിനെ ഉണ്ടാകത്തുള്ളൂ. ഏഷണാത്യാഗം. ചില ചോദിക്കും, അത് ഗൃഹസ്ഥന് പറ്റത്തില്ലേ? തീർച്ചയായും ഒരാളിൽ ഏഷണാത്യാഗം സംഭവിച്ചാൽ അത് പറ്റും. ഗൃഹസ്ഥനായിരിക്കുക, ഏഷണാത്യാഗം സംഭവിക്കാതെ എളുപ്പമാണ്. ഗൃഹസ്ഥനായിരുന്ന് അയാളുടെ ഏഷണാത്യാഗം സംഭവിച്ചാൽ ഭിക്ഷു തന്നെ. അങ്ങനെയുള്ള ഒരു ഭിക്ഷുവിന് ശ്രുത്യർത്ഥം ധരിക്കാൻ പറ്റും ശ്രവണത്തിലൂടെ. ആ അർത്ഥത്തെ മനനം ചെയ്യും. അതിനുള്ള സാമർഥ്യം വരണം. അതിനാണ് ഇവിടെ ബാല്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ശിശുവിൻ്റെതായ ബാഹ്യഭാവങ്ങളെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആന്തരികമായ എന്താണ്? ആ ദമ്പ ദർപ്പ അഹങ്കാര രാഹിത്യം. അത് പറഞ്ഞു.
അപ്പോൾ ഒരാൾ സന്യാസ മാർഗത്തിൽ വന്നു, അയാൾക്ക് ശ്രമിക്കാൻ സമയം കിട്ടിയില്ല, അയാൾ സമ്പത്തിലും അധികാരത്തിലും ഒക്കെ ആണെങ്കിൽ അയാൾ എങ്ങനെ ഈ ദമ്പദർപ്പ ത്യാഗം എങ്ങനെ സംഭവിക്കും? അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അയാളിൽ നിന്ന് അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചിട്ട് എന്താ കാര്യമില്ല. എങ്ങനെയാണോ ആ ഭിക്ഷുവിന്റെ മാർഗം, ആ മാർഗത്തിനനുസരിച്ച് അയാളിൽ ഫലം കാണും. അപ്പൊ ശ്രവണത്തിന്റെ പ്രാധാന്യം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം, ഒന്നും തെറ്റായ രീതി മനസ്സിലാക്കണം. ബാല്യം, അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താണ്? മൗനം, ശരിയായ മൗനം. മനനത്തിനും മൗനത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ശ്രവണവും മനനവും കഴിഞ്ഞ് ശരിയായ മനനാത്മിനി, രണ്ടു രീതിയിലും പറയും. മനനം ചെയ്യുന്നുണ്ടും മുനിയെന്ന് പറയും. മനനം ചെയ്യുന്നവനും അടുത്തു വരുന്ന മനനം, മൗനമാകുന്ന മനനം, അതിനാണ് ഇവിടെ പറയുന്നത് നിധ്യാസനം. നിധ്യാസനത്തിലൂടെ കൊടുത്തിരിക്കുന്ന എന്താണ്? ജ്ഞാനാഭ്യാസം. അതാണ് നിധ്യാസനത്തിന് പറഞ്ഞിരിക്കുന്നത്. നിധ്യാസനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന ധ്യാനം എന്നുള്ള രീതിയിൽ നിധ്യാസനത്തെ ധ്യാനമെന്നും പറയാം. പക്ഷെ ഇവിടെ ഈ ശബ്ദത്തിലല്ല, അതിന്റെ താല്പര്യത്തെയാണ് പറയുന്നത്. ഇതിനെല്ലാം ഒരേ ശബ്ദം തന്നെ ഉപയോഗിക്കും. ആരെങ്കിലും നിധ്യാസനം എന്ന് പറഞ്ഞാൽ ധ്യാനമല്ലേ, എവിടെ പറഞ്ഞിരിക്കുന്നു, ഏത് ഡിക്ഷണറി എഴുതിയിരിക്കുന്നു എന്നൊന്നും ചോദിക്കരുത്. ധ്യാനമൊന്നും പറയാം. പക്ഷെ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനാഭ്യാസമാണ്. അതാണ് നമ്മൾ സമാധി പരിശീലിക്കുന്നതിനും വേണ്ടിയും മറ്റും ചെയ്യുന്ന ധ്യാനാഭ്യാസങ്ങളാണ്. അതിനെല്ലാം ഇവിടെ നിധ്യാസനം എന്ന് പറയുന്നു. ജ്ഞാനത്തിന്റെ അഭ്യാസം. എന്ത് ജ്ഞാനം അഭ്യസിക്കാനും? ജ്ഞാനിയാകാൻ വേണ്ടിയല്ലേ അഭ്യാസമൊക്കെ. അതിനു മുമ്പ് എന്താ ജ്ഞാനത്തെ അഭ്യസിക്കാൻ പറഞ്ഞല്ലോ? ശ്രവണം കൊണ്ടും മനനം കൊണ്ടും അവൻ പ്രകടമാകുന്ന ജ്ഞാനം. അങ്ങനെ ശ്രവണ മനനങ്ങൾ കൊണ്ട് ജ്ഞാനം പ്രകടമായാൽ അത് പോരെ. പിന്നെ എന്തിനാ ഇനിയൊരു ജ്ഞാനാഭ്യാസം? പോരാ. കാരണം ഇത് സ്വാനുഭവത്തിൽ എത്തിച്ചേരണം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തെല്ലാം ശ്രമിച്ചാലും മനനം ചെയ്താലും നമുക്ക് ഒരു പോരായ്മ അനുഭവപ്പെടുന്നു. എന്തോ ഒരു കുറവ്, ഒരു ന്യൂനത, എന്തോ ഒന്ന് കൈവന്നില്ല എന്നൊരു തോന്നൽ, ഇനി എന്തോ ഒന്ന് ആർജിക്കണം, കൈവരിക്കണം എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ മാറണം. ഒരു പോരായ്മ അനുഭവപ്പെടാതിരിക്കും. കൃതകൃത്യത, പൂർണ്ണത അനുഭവപ്പെടണം. താൻ കൃതാർത്ഥനായി, കൃതകൃത്യനായി എന്ന് സ്വയം ബോധ്യപ്പെടും. തന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ പോരാ. ആരെങ്കിലും മുമ്പിൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ ഭാവിച്ചിട്ടും പോരാ. അതിനാണ് അനുഭൂതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി, അത് കൈവന്നിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ഇതുവരെ ആർജിച്ചതിന്, അല്ലെങ്കിൽ ഇതുവരെ എന്താണോ തന്നിൽ പ്രകാശിച്ചത് അതിനെ ആവർത്തിക്കുക. അതാണ് ജ്ഞാനാഭ്യാസം. അത് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമല്ല. നമ്മൾ സാധാരണ ഇപ്പോൾ യോഗയൊക്കെ പഠിപ്പിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കും. അതൊക്കെ ഒരു തലത്തിൽ അതിനൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങളാണ്. അത് മോശം തന്നെ ഞാൻ പറയുന്നത്. അതാണിതെന്ന് ധരിച്ചു കളയരുത്. ഇവിടെ പറയുന്ന ജ്ഞാനാഭ്യാസം ശ്രവണ മനനങ്ങളിലൂടെ പുരോഗമിച്ചവനെ സാധ്യമാണ്. ആ ഒരു മാർഗത്തെ ഇവിടെ വ്യക്തമായി പറയുകയാണ്. എന്താണ്? മൗനം. ഇതാണ് സാധനം. ഇതിനെക്കുറിച്ചാണ് തുടങ്ങിയത്. മുമ്പ് ഞാൻ പറഞ്ഞു എന്താണ്?
നമ്മൾ ശരിയായ സാധനയിലേക്ക് വരണം. ശരിയായ സാധന എന്ന് പറയുന്നത് എന്തിനാ ഒരാൾ ചോദിച്ചല്ലോ, എന്താ ഇതിന്റെയൊക്കെ പ്രയോജനം? ഇവിടെ പ്രയോജനം പറയുന്നത് എന്താണ്? തുര്യാധിഗമം ആണ് പ്രയോജനം, തുര്യ സാക്ഷാത്കാരം. അതിനെന്താ സാധന? പാണ്ഡിത്യം, ബാല്യം, മൗനം, ശ്രവണം, മനനം, നിധിധ്യാസനം. അതങ്ങനെ പറഞ്ഞാൽ പോലെ എന്തിനു പാണ്ഡിത്യ, ബാല്യം, മൗനം എന്ന് പറഞ്ഞാൽ കാരണം അതൊരു സാധന എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഭാഷകാർ ഉപയോഗിച്ച്. ശ്രുതി ഇങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സാധനാപരമായി അനുഗ്രഹിക്കാൻ വേണ്ടി ഒരേ കാര്യം തന്നെ ഒരേ ശബ്ദത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ വിശേഷിച്ചൊരു അർത്ഥബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശബ്ദം മാറ്റി പറഞ്ഞു. ഇതും ബുദ്ധിമുട്ടാണല്ലോ, പ്രയാസമാണല്ലോ. പ്രയാസമായിരിക്കാം, പക്ഷേ ഒരാളുടെ ആധ്യാത്മിക മാർഗത്തിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്. കാല് വഴുതി വീഴുന്നവരുണ്ട്, അങ്ങനെ വരുന്നവരുണ്ട്. വണ്ടിയുടെ ബ്രേക്കും ബെല്ലുമൊക്കെ പോയി എവിടെയെങ്കിലും പോയി ഇടിച്ച് തെറിച്ച് വീഴുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇതിൽ വന്ന് ചാടുന്നത് ആധ്യാത്മിക മാർഗത്തിൽ. അതിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി വന്നിട്ടുള്ളവരാണെങ്കിൽ നിരാശയോടെ മരിക്കേണ്ടി വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവസാനം ചാകുന്ന സമയത്ത് ഞാൻ പലതും നേടി, എന്നാലും എന്തുദ്ദേശിച്ചാണോ വന്നത് അത് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടുകൂടി മരിക്കേണ്ടി വരരുത്. ചിലപ്പോൾ സമാധാനിച്ചിട്ടായിരിക്കും, എന്തായാലും മോക്ഷം കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു മുൻവിധിയോടല്ല ഞാൻ പറയുന്നത്, ഇനി അങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഈ വഴി കൂടെ സഞ്ചരിച്ചേ പറ്റും, ഈ സാധനയെ സ്വീകരിച്ചേ പറ്റും എന്നാ പറയുന്നത്. പാണ്ഡിത്യ, ബാല്യ, മൗനം. അല്ലാതെ ഇവിടെ മറ്റെന്തൊക്കെ നേടിയിട്ടും കാര്യമൊന്നും. ജീവന്റെ വാസന സ്വഭാവം അങ്ങനെയാണ്. അവൻ സ്വർഗത്തിൽ ചെന്നാലും ശരി, നരകത്തിൽ ചെന്നാലും ശരി, അവന്റെ ചുറ്റുപാടും കാണുന്നതിൽ അവന് കാമ്യമായി തോന്നുന്നതെന്തോ അത് ആഗ്രഹിക്കും. അത് വാസനയാണ്, സ്വഭാവമാണ്. അപ്പോൾ മോക്ഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനും അവന്റെ ചുറ്റും കാണുന്നത് സമ്പത്തും ഐശ്വര്യവും പദവിയും പ്രതാപവും ഒക്കെ ആണെങ്കിൽ അവൻ അതാഗ്രഹിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്ഷം മതിയെന്ന് വിചാരിക്കും. മനുഷ്യന്റെ സ്വഭാവം അതാണ്. അപ്പം ആ വഴിക്ക് സഞ്ചരിക്കുമ്പോഴോ ഈ പറയുന്ന യോഗ്യതകളൊന്നും കിട്ടാതെയുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞ ദമ്പദർപ്പ അഹങ്കാര അതിരാഹിത്യം, അത് സംഭവിക്കാതെ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിതെല്ലാ വഴിയുമില്ല. ശ്രുതിയാണ് ഇതിനെല്ലാം ബോധിപ്പിക്കുന്നത്. ശ്രുതി വാക്യത്തെ തന്നെ ഭാഷ്യകാരൻ പറയുകയാണ്. സ്വന്തമായൊരു പദം പോലും ഇവിടെ പ്രയോഗിച്ചിട്ടില്ല, പാണ്ഡിത്യ, ബാല്യ, മൗനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സാധനങ്ങളിൽ വന്ന് ഇതിനെ അനുഭവത്തിലെത്തിക്കണം. ആ അനുഭവത്തിലെത്തിക്കുന്നതിന് ജ്ഞാനാഭ്യാസ ലക്ഷണം നിധിധ്യാസന ശബ്ദിതം കർമ്മ, അതാണ് മൗനം, ആ പ്രവൃത്തി. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണ് ഭാഷ്യത്തിൽ. അത് അനുഭവത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിധ്യാസനം അനുഭവത്തിലെത്തിക്കാൻ വേണ്ടി, ശ്രവണം പ്രധാനമായിട്ടും ആ തത്വബോധത്തിന് വേണ്ടി, മനനം അതിൽ വരുന്ന ദോഷങ്ങളെല്ലാം പരിഹരിച്ച് തത്വദാർഢ്യത്തിന് വേണ്ടി, അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, നിധ്യാസനം അനുഭൂതിക്ക് വേണ്ടി. ഇതെല്ലാം ജ്ഞാനാഭ്യാസം തന്നെ. ചില ചോദിക്കും, അപ്പോ
ഇനി നിധ്യാസനം എന്ന് പറഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഇത് ഒന്നിന്റെ തന്നെ പുരോഗതി തന്നെയാണ്. ശ്രവണത്തിന്റെ പുരോഗതി തന്നെയാണ് മനനം. ആ മനനത്തിന്റെ പുരോഗതി തന്നെയാണ് നിധ്യാസനം. അതായത് തത്വത്തിൽ ദൃഢത വരുന്നുണ്ട്, സംശയ വിപരീയ ഭാവനകളെല്ലാം അകലുന്നുണ്ട് എന്ന് വന്നാൽ നമ്മൾ ശ്രവണത്തിൽ നിന്നും മനനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഞാനിപ്പം മനനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇനി വേറൊരാളുടെ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ആ തത്വബോധം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ശ്രവണം സംഭവിക്കുന്നുണ്ട്. തന്നിൽ സംഭവിക്കുകയാണ്, ജീവനിൽ സംഭവിക്കുകയാണ്. വാസ്തവത്തിൽ ഇതാരും കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്നതുമല്ല, ജീവനിൽ സ്വയം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏഷണാത്യാഗത്തോടുകൂടി ഭിക്ഷുവിന്റെ മാർഗത്തിൽ അവൻ പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ അവന് സഹജമായി സംഭവിക്കുന്നു. അതിന്റെ സാഹചര്യങ്ങൾ വരുന്നു, നിമിത്തങ്ങൾ വരുന്നു, സംഭവിക്കുന്നു. തത്വദാർഢ്യം വരുന്നു, മനനം. അതോടൊപ്പം തന്നെ ഈ വാച്യാർത്ഥത്തിനുപരിയായി, ശ്രവണബോധത്തിനുപരിയായി ഈ തത്വത്തിൽ നിന്ന് അവനിൽ ശാന്തി, സമാധാനം, ആനന്ദം ഇതെല്ലാം അവന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവൻ നിധ്യാസനത്തിലാണ്. അതതിന്റെ ഫലമാണ്. കാരണം ശാന്തിയും സമാധാനവും ആനന്ദവും ഒക്കെ അവിടെ നിന്നേ വരാൻ കഴിയും, ആത്മാവിൽ നിന്നേ വരാൻ കഴിയും. അത് ശ്രവണത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുവനാണ് ബാഹ്യനിരപേക്ഷമായി ലൗകിക വിഷയങ്ങളെ അപേക്ഷിക്കാതെ ഈ തത്വത്തിൽ നിന്ന് തന്നെ അവനിതൊക്കെ ആർജിക്കുന്നുണ്ടെങ്കിൽ, തത്വശ്രവണ മനനങ്ങളിൽ നിന്നും അവനിത് കരഗതമാകുന്നുണ്ടെങ്കിൽ അത് നിധ്യാസന ഫലമാണ്. ആരോട് ചോദിക്കേണ്ട കാര്യം? പാൽപ്പായസം കുടിച്ചാൽ മധുരിക്ക് മാത്രമല്ല സന്തോഷവും തോന്നും. പിന്നെ അത് ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എന്തുകൊണ്ട് സന്തോഷമുണ്ടായി. താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഇവിടെ എന്താണ്? ബാഹ്യമായ സാധനങ്ങളൊന്നും ആശ്രയിക്കുന്നുണ്ടാവും. അയാൾക്ക് ആന്തരികമായ ശാന്തിയും ആനന്ദവും അനുഭവിച്ചു തുടങ്ങുന്നുണ്ടെന്ന്. മറ്റൊന്നും പാൽപ്പായസം കുടിക്കുന്നുമല്ല. തീർച്ചയായും അത് അവരുടെ ശ്രവണ മനന നിധ്യാസനങ്ങളുടെ ഫലമാണ്. അപ്പൊ സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് സംശയം തോന്നുന്നില്ല. അയാൾ ലക്ഷ്യത്തിലെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ലക്ഷ്യത്തെ പ്രാപിക്കുകയാണ്. അതെന്റെ അടയാളമാണ്. അത് പലതരത്തിൽ പല ശാസ്ത്രങ്ങളിലും ഇതിനെ വർണ്ണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആനന്ദത്തെക്കുറിച്ചും മറ്റുമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത്, ഇത് സാധനമാണോ, ഇതാണ് മുഖ്യ സാധനം. ഇത് മറ്റ് സാധനങ്ങളോ ഒരാൾക്ക് ഇതിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് സാധനം ചെയ്യുന്നത് അത് ശ്രേഷ്ഠം തന്നെ. അത് അയാൾക്ക് ഇതിനുള്ള യോഗ്യതയെ കൊടുക്കും. പക്ഷേ ഈ തുര്യ അധിഗമം ആണ് ഒരാൾ സാധിക്കേണ്ടതെങ്കിൽ അയാൾ ഇതിലൂടെ കടന്നു പോകണം. ഈ പാണ്ഡിത്യ, ബാല്യ, മൗനങ്ങളിലൂടെ കടന്നു പോകണം. ഇത് ഒന്ന് എന്താണ് നമ്മൾ സാധാരണ പോസിറ്റീവ് നെഗറ്റീവ് എന്നും പറയുന്നുണ്ട്. ഒന്നതിന്റെ ഭാവാത്മകമായ ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ശ്രവണ മനന സാധനങ്ങളിൽ സഞ്ചരിക്കുന്നു, നിധ്യാസനം അനുഷ്ഠിക്കുന്നു. ആ മാർഗത്തിൽ നിന്ന് നമുക്ക് ശാന്തിയും ആനന്ദവും ഒക്കെ ലഭിക്കുന്നു. ആ മാർഗത്തെ ആശ്രയിച്ചിട്ട്, അതുമാത്രം മറ്റൊന്നിനെ ആശ്രയിക്കാതെ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടോ അതിന്റെ ഒരു സുഖമോ അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ സുഖമോ അതൊന്നും ഇല്ലാതെ ഭിക്ഷുവിന് കിട്ടുന്ന ആനന്ദം, എല്ലാം ത്യജിച്ചവന് കിട്ടുന്ന ആനന്ദം, അത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ അവൻ പുരോഗമിക്കുന്നു എന്നാണ്. ഈ മാർഗത്തിൽ തീർച്ചയായും ശ്രവണ മനനത്തിൽ ഒരാൾ ശ്രവണത്തിൽ ഏർപ്പെട്ടാൽ തന്നെ
സംശയരഹിതമായും അയാൾക്ക് ഇതിന്റെ ഫലം അനുഭവപ്പെട്ടുകൊള്ളാം. ആത്മാനുഭവം ശ്രവണത്തിൽ തന്നെ അയാൾക്ക് അനുഭവപ്പെട്ടുകൊള്ളാം. അതിന്റെ ശാന്തിയും ആനന്ദവും അയാൾക്ക് അനുഭവപ്പെട്ടുകൊള്ളാം. അതിന്റെ സുഖം അനുഭവപ്പെട്ടുകൊള്ളാം. പിന്നെ അത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്രിമമായി നഷ്ടപ്പെടുത്തുന്നതാണ്. എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു? വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്നു. അപ്പോൾ ശ്രവണത്തിൽ നിന്ന് കിട്ടുന്ന അസുഖത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. ഉള്ളിൽ രാഗദ്വേഷങ്ങളൊക്കെ ഇരിക്കും. അതിന്റെ പാകം സംഭവിക്കുന്നില്ല, അതുകൂടെ സംഭവിക്കുന്നതിനോടൊപ്പം. അതാണ് അടുത്ത് പറയുന്നത് പാക്യാനി രാഗദ്വേഷ മോഹാദയോ ദോഷാഹ കഷായാഖ്യാനി പക്തവ്യാനി. പച്ചിപ്പിക്കേണ്ടതായ ദോഷങ്ങളുള്ളിലിരിക്കുന്നു. എരിച്ചു കളയേണ്ട ദോഷങ്ങളെന്ന് പറയാം, കത്തിച്ചു കളയേണ്ടത്. അതതിന്റെ അനുകൂലമായ സാഹചര്യത്തിൽ അത് ദഹിച്ചു പോകത്തുള്ളൂ. വിറക് എരിഞ്ഞ് ചാമ്പലാകണമെങ്കിൽ അഗ്നിയിലല്ലേ പറ്റും, അല്ലേ? തടി അത് ഉണങ്ങണം, വിറകാകണം, അഗ്നിയിൽ അത് ദഹിച്ചാലേ അത് ഭസ്മമാകും. മറിച്ച് മരത്തിന് വെള്ളവും വളവും ഒക്കെ ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തഴച്ചു വളരും. അപ്പൊ ഉള്ളിലിരിക്കുന്ന ഈ രാഗദ്വേഷ മോഹങ്ങൾ ഇവിടെ പറയുന്നു. ഇതൊക്കെ തഴച്ചു വളരുന്നതിനുള്ള മാർഗത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ആ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ വളരും. അവിടെ പാകമുള്ളിൽ സംഭവിക്കത്തില്ല. പാകമുള്ളിൽ സംഭവിക്കണമെങ്കിൽ അവൻ ഈ പറയുന്ന പാണ്ഡിത്യ ബാല്യ മൗന അവസ്ഥകളിലൂടെ ആന്തരികമായി കടന്നുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് പചിപ്പിക്കണം. അതാണ് പാക്യാനി. തനിയൊന്നും പോകത്തില്ല. അതിനെ ദഹിപ്പിച്ച് കളയണം, എരിച്ചു കളയണം. അപ്പോൾ അതിനെ വളർത്തുന്ന സാഹചര്യങ്ങളിൽ അത് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. സാഹചര്യം വളരെ മുഖ്യമായൊരു കാര്യമാണ്. അതിനനുകൂലമായ കർമ്മരംഗങ്ങളിൽ തന്നെ നിൽക്കണം, അതിനനുകൂലമായ സാഹചര്യങ്ങളിൽ തന്നെ നിൽക്കണം. അതാണ് ഗൃഹസ്ഥാശ്രമത്തിനും മറ്റും പ്രയാസമെന്ന് പറയുന്നത്. അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് കൂടുതൽ. അത് ഭിക്ഷുവിനെ സാധ്യമാകും. ഭിക്ഷുവിന് അതിൻ്റെതായ രാഗദ്വേഷരഹിതമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഭിക്ഷുവിനെ കിട്ടത്തുള്ളൂ. അങ്ങനെയൊരു സാഹചര്യം തന്നെ ഇതിന് വേണം. ഈ ലോകത്തിലും ഇന്നത്തെ ലോകത്തിനും അതിനനുകൂലമായ സാഹചര്യങ്ങളിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ ആ രാഗദ്വേഷാദി നിമിത്തങ്ങൾ ഒഴിവാക്കി പ്രവർത്തിക്കുക. അതോടൊപ്പം ഈ സാധനങ്ങൾ എന്താണ്? പാണ്ഡിത്യ ബാല്യ മൗനങ്ങൾ സഹായിക്കും. എന്താണ്? ഈ രാഗദ്വേഷ മോഹാദി ദോഷങ്ങൾ. അതിന് പേരാണ് കഷായം. എന്നതിന് പേരുണ്ട്. കഷായം എന്ന് പറയുന്നത് അത് മലിനമാക്കുന്നുണ്ട്, അന്ധകരണത്തെ മലിനമാക്കുന്നുകൊണ്ടാണ് അതിന് കഷായം എന്ന് പറയുന്നത്. അത് ഈ ശ്രവണ മനന നിധ്യാസനങ്ങൾ ഫലം കൊടുക്കുന്നതിന് തടയുന്നതാണ്. പക്തവ്യാനി, പചിപ്പിച്ചേ പറ്റൂ. അത് പചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് സാധനങ്ങളെല്ലാം, ജപവും തപവും പ്രാർത്ഥനയെല്ലാം ഈ രാഗദ്വേഷാദികളെ പചിപ്പിക്കുന്നതിന് സഹായിക്കും. ഈ ശ്രവണ മനന നിധ്യാസനങ്ങൾ അതും സഹായിക്കും. ആപേക്ഷികമാണ്. ആ ദോഷങ്ങൾ പചിക്കുന്നതിനനുസരിച്ച് ശ്രവണാദികളിൽ അയാൾ മുന്നേറും. ശ്രവണാദികളിൽ മുന്നേറുന്നതനുസരിച്ച് ഈ ദോഷങ്ങൾ പതിച്ചു കൊടുക്കും. ഈ ദോഷങ്ങളുടെ പാകമനുസരിച്ച് അയാൾക്ക് ആത്മാനുഭവം പ്രകടമാകും. ആത്മാനുഭവം, ആത്മശാന്തി, ആത്മസുഖം അത് പ്രകടമാകുന്നതിനനുസരിച്ച് ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും, ആപേക്ഷികമായി സംഭവിക്കും. പക്ഷെ അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സാധകന്റെ മുഖ്യ ജോലിയാണ്, മുഖ്യ പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ ആ സാധനങ്ങളുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ചും ഭിക്ഷുക്കൾ, സന്യാസമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഉള്ള ഇതിന്റെ ഈ സാധനയുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിനിവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അതും
പചിപ്പിക്കുക അതും മുഖ്യമായൊരു ഉപായമാണ്, സാധനയാണ് നമ്മളിവിടെ പറഞ്ഞത്. ശിഷ്യൻ ഓം ശാന്തി 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 ഓം ശ്രീ